എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റോറി വേൾഡ്. അപ്പോൾ ഇന്നത്തെയും എന്ന് പറയുന്നതും എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്തിട്ടിരിക്കുന്ന, അത് പറയുമ്പോൾ ഇമോഷണൽ ആകുന്ന ഒരു കണ്ടൻറ്റാണ്. അതിന് മുൻപായിട്ട് പോയ എൻ്റെ എക്സ്പീരിയൻസ് ബോഡി ഷേമിങ്ങിൻ്റെ എനിക്ക് നിറയെ പേര് റെസ്പോണ്ട് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്കൂളിൽ 9th പഠിക്കുന്ന സമയത്ത് ഞാൻ വന്ന് എങ്ങനത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ ആവറേജും അല്ല, ബ്രൈറ്റൊന്നുമല്ല. ആവറേജ് ആണോയെന്ന് ചോദിച്ചാൽ ആവറേജും അല്ല, പഠിക്കൂലെന്ന് ചോദിച്ചാൽ പഠിക്കാത്ത കൊച്ചുമല്ല. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഇപ്പോൾ മാമൊക്കെ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ആവും എന്താണ്. പക്ഷേ നമ്മുടെ സിലബസിനൊരു പ്രശ്നമുണ്ട്. ബുക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ, അതായത് ആ ബുക്ക് ആയിരിക്കണം നമ്മുടെ എക്സാം പേപ്പറിൽ. അങ്ങനത്തെ ഒരു മെമ്മറി എനിക്കില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓണായിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ ഞാൻ എഴുതും. പക്ഷേ അതിനെ അതുപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും മാർക്ക് കുറയുന്നത്. കാരണം എൻ്റെ ആൻസേഴ്സ് ഒരിക്കലും ജെറോക്സ് കോപ്പി പോലെ ഇരിക്കാറില്ല. ഇതെൻ്റെ ഒരു ഫാൾട്ടാണ്. സോ ഞാൻ വന്ന ആരുടെയും ഫേവറേറ്റ് സ്റ്റുഡൻറ്റും ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ 9th പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ മാത്സ് ടീച്ചർ വരികയാണ്. അപ്പോൾ പുതിയ മാത്സ് ടീച്ചർ വന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരിയാണ്. സോ ആദ്യം ഞാൻ പേര് മെൻഷൻ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. എന്തായാലും മെൻഷൻ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ പറയാം. പക്ഷെ അവർ ക്ലാസ്സിൽ വന്നത് തൊട്ട് എന്നെ ടാർഗറ്റഡാണ്, എന്നെ അറിയാം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ഞാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ലേ, അപ്പോൾ എന്നെ ഒന്ന് കുറച്ചുകൂടെ എന്നെ കൺസേൺ ചെയ്ത് പറയുന്നതായിരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കാൻ തുടങ്ങി, അവരെന്താണ് എപ്പോഴും നിൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ റിലേറ്റീവ് കൂടെയാണ്, എന്താണെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലുള്ളതാണെന്നൊക്കെ പറയുകയാണ് ഞാൻ അവരുടെ അടുത്ത്. അപ്പോൾ എന്നെ ഹോണ്ട് ചെയ്ത ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് 9th 8th D വരെ ഉണ്ട്. അപ്പോൾ 8th D 9th A ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ പണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ചെവരൊന്നുമല്ല. നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഷെൽട്ടർ ഷീറ്റ് പോലെ അങ്ങനത്തത് വെച്ചാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ ഗ്യാപ്പിൽ നമ്മളെ കാണാൻ പറ്റും, നമുക്കും അവരെ കാണാൻ പറ്റും. ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ നമുക്ക് പരസ്പരം പോവാം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കപ്പോൾ സോളജി ക്ലാസ്സാണ് നടന്നിട്ടിരുന്നത്. അപ്പോൾ സോളജി മാം എന്ന് പറയുന്നതാണ് നമ്മളെ ക്ലാസ് മാം പാവമാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത്, അതായത് 8th D ഈ മാത്സ് മാമാണ് അവിടെ മാത്സ് എടുക്കുന്നത്. സോ അവർ മാത്സ് എടുത്തിട്ടിരിക്കുകയാണ്, ഇവിടെ സോളജി ക്ലാസ് നടക്കുകയാണ്. പെട്ടെന്ന് ഈ മാം വന്നിട്ട് എൻ്റെ സോളജി മാമിൻ്റെ അടുത്ത് പറയാണ്, മാം ചന്ദ്രിമയൊന്നും ഇങ്ങോട്ട് വിടാമോ എന്ന് പറയാം. അപ്പോൾ മാം പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിമ ഗോ ടു ദാറ്റ് ക്ലാസ് എന്ന് പറയാണ്. ഞാൻ പോയിട്ട് എന്താണ് വിളിച്ചതെന്ന് പറയാണ്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് അവിടെ ഒരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ഇട്ടിരിക്കുകയാണ് ബോർഡിൽ. യു സോൾവ് ദിസ് എന്ന് പറയാം എൻ്റെ അടുത്ത്. ഇവിടെ 9th അതേ അറിയില്ല, പിന്നെയാണ് 8th പണ്ട് പഠിച്ചത്, എവിടെ ഓർമ്മയിരിക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പതുങ്ങയാണ്, കാരണം എനിക്കറിയില്ല അറിയാമെന്ന്. അതുമല്ല, ഞാൻ സോളജി ക്ലാസ്സിൽ അപ്പുറത്തിരുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് അത് എന്താണ് ഹോണ്ടഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ അറിയാവുന്ന പല കുട്ടികളുണ്ട്. എൻ്റെ റിലേറ്റീവിൽ എൻ്റെ ഒരു ബ്രദറുണ്ട്. എനിക്കാണെങ്കിൽ അതൊരു ചമ്മലാണോ, എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികളെ മുമ്പ് ഞാൻ നാണം കിടും. കാരണം അവരെൻ്റെ ജൂനിയറാണ്. ഇനി ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തുമില്ല എന്ത് ചെയ്യാൻ. ഞാൻ അങ്ങനെ നിന്ന് ഇത് ചെയ്യണം. ഉടനെ ഇവരെൻ്റെ കാലിലടിച്ചിട്ട് ചെയ്യേ എന്ന് പറയാണ്. എൻ്റെ കാലിലൊരടി തന്നു. അപ്പോൾ എനിക്ക് ഇമോഷണലായി കേട്ടോ, ഭയങ്കരമായിട്ട് ഇമോഷണലായി ഞാൻ.
അപ്പോൾ എന്തായി, പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒക്കെ കുത്തി വെച്ച് ഞാൻ, എനിക്കേ അറിയത്തില്ല എന്താണെന്ന്. ഉടനെ എന്താണ്, നിനക്കറിയില്ല എന്നെ അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാണ്. നിനക്കൊന്നും അറിയില്ല, അതാണ് എന്തൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ആ ടൈം എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആണ്. കാരണം എല്ലാവരും എന്നെ തന്നെ നോക്കിയിട്ടിരിക്കുകയാണ് അവിടുത്തെ കുട്ടികൾ. അവരുടെ മുമ്പിൽ ഞാൻ അവിടെ ഒരു 30 പിള്ളേരെങ്കിലും കാണും. ഈ ഇത്രയും പിള്ളേരുടെ മുമ്പേ ഞാൻ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് എൻ്റെ വെന്തുരുവി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെ വിളിച്ചിട്ട്, അവളുടെ പേര് ചന്ദന എന്നാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഈ മാം പറയാണ്, നീ എഴുതി വയ്ക്കും. അവൾ ബ്രില്യൻ്റാണ്. അപ്പോൾ അവൾ വന്നത് സോൾവ് ചെയ്തു. കണ്ടോ, ഉടനെ അതിനും ഇത് ചെയ്ത് എൻ്റെ കാലിലടിച്ചു. എനിക്കറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗണായി. എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതൊക്കെ ചെയ്തത് ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ വെച്ചാണ് ഒരു പ്രോബ്ലം ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊന്ന് ലിസൺ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എനിക്ക് അറിയില്ല, ഓക്കെ, അതുകൂടെ ഓക്കെ. എൻ്റെ ക്ലാസ്സിൽ വന്ന് എൻ്റെ സബ്ജക്റ്റിൽ, അതായത് എൻ്റെ പോർഷനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ലിസൺ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അത് പഠിച്ചിട്ടില്ലയോ ആണെങ്കിൽ അവർക്ക് എന്നെ അങ്ങനെ ഇത് ചെയ്യാം, വന്ന് ബോർഡിൽ എഴുതാൻ പറയാം. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി വേറൊരു ക്ലാസ്സിൽ വേറൊരു സബ്ജക്റ്റ് ലിസൺ ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ എന്നെ വിളിച്ച് എൻ്റെ ജൂനിയർ ക്ലാസ്സിൽ പിള്ളേരെ മുമ്പേ എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ശരി, നിങ്ങൾക്ക് അങ്ങനെ എന്നെ ടെസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ വന്നു ടെസ്റ്റ് ചെയ്തു, എനിക്കറിയില്ല, അത് പോയി വിടാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാം എന്നെങ്കിലും പറയാം. പക്ഷേ അവിടെ വെച്ച് എനിക്ക് 2-3 അടി തരിക. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ അന്നത്തെ ഡേ എൻ്റെത് സ്പോയിലായി. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, അശ്വിനി. അവൾ പറയാണ്, നീ വീട്ടിൽ പോയി പറയണം, ഇതിനെ നീ ഇത് ചെയ്യരുത്, ഇതിനെ എൻകറേജ് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറയാണ്. കാരണം ഇനിയും ഇതുപോലെ സംഭവിക്കാം. പക്ഷേ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ, നിങ്ങൾക്കറിയാലോ, നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാർക്ക് ടീച്ചേഴ്സിന് പേടിയാണ്. അവരെ ഒരു ഡിസ്റ്റൻസിൽ തന്നെ വച്ചിരിക്കും. കാരണം അവർക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അടിക്കുന്നതോ ഒന്നുമല്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളെ പോലെ അല്ല നമ്മുടെ ആ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നീ എന്ത് പറയാത്ത. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് എൻ്റെ കാലൊക്കെ ഇങ്ങനെ തടിച്ച് കിടക്കായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയില്ല. കാരണം എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടി. ആ കുട്ടികളെയൊക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, എന്ത് ചെയ്യുമെന്ന്. പക്ഷേ സർപ്രൈസിങ്ങിലി ഞാൻ നെക്സ്റ്റ് ഡേ പോയില്ല. അതിൻ്റെ അടുത്ത ഡേ പോയ സമയത്ത് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞ്, അപ്പോഴാണ് കുറച്ച് സമാധാനം എന്നല്ല, കുട്ടികളെന്ന് പറഞ്ഞായിരുന്നു, ആ മാം ചെയ്തത് ശരിയായില്ല, ചേച്ചിയുടെ അടുത്ത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ എവിടെയോ ഒരു ആശ്വാസം തോന്നി. അവർക്കും അത് തെറ്റെന്നല്ലേ ഫീൽ ചെയ്തത്. അതുകൊണ്ട് സോ നിങ്ങളൊന്ന് പറയാം, ഞാൻ അവരെ പേര് മെൻഷൻ ചെയ്യണമെന്ന്. കാരണം സീരിയസ്ലി എനിക്കത് മറക്കാനേ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇനി മറക്കുകയില്ല, അതെപ്പോഴും ഹോണ്ടഡ് തന്നെ ചെയ്തിട്ടിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഒരു കുട്ടികൾക്കും വരാൻ പാടില്ല. ഓക്കെ, സോ ഇതായിരുന്നു എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു